ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു സായാഹ്ന കാഴ്ചയാണ്. ദാ കാട് ഇറങ്ങി വരുന്ന കൊമ്പന്മാരാണ്. ഇവർ നേരെ പോകുന്നത് നമ്മുടെ പുഴയിലേക്കാണ് കേട്ടോ. വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാനിത് ക്യാമറയിലെടുത്താണ്, ഈ മൊബൈലിലെടുത്ത് വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എത്ര ദൂരെ നിന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോണിൽ എടുക്കുന്ന വിഷ്വൽ കാണുമ്പോഴുള്ളൂ മനസ്സിലാവുള്ളൂ നമ്മൾ ഒത്തിരി ദൂരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആനയ്ക്ക് നല്ല റിലാക്സ് ആയിട്ട് കടന്നു പോകാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ആന കടന്നു പോയിട്ടോ. ഇനി രണ്ടാമത്തെ ഒരു കൊമ്പൻ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പോയതിനെ പോലെയല്ല ഈ രണ്ടാമത്തവൻ ഇറങ്ങിപ്പോയതിന് ശേഷം വീണ്ടും റോഡിലേക്ക് കയറി വരും. അതുകൊണ്ടാണ് ഇതുപോലെ ആനകളെ കാണുമ്പോൾ നല്ല ദൂരത്തിൽ നിൽക്കുകയും വേണം. അവർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം പോകാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് സൂം ചെയ്തിട്ടുണ്ട് ഫോണിൽ എടുക്കണമെങ്കിൽ പോലും. അപ്പോൾ നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ക്യാമറയിലെടുത്ത വിഷ്വലാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൊമ്പൻ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു വേഗം പൊക്കോളെന്ന് കരുതി. പക്ഷെ അവൻ പോയില്ല. അവൻ ആ റോഡിന് സൈഡിൽ തന്നെ അങ്ങനെ നിന്നു. പക്ഷെ ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് ഈ റോഡിലേക്ക് കയറി വന്നു. അപ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നില്ല ആന ഇങ്ങോട്ട് കയറി വരും എന്നുള്ളത്. അതുകൊണ്ട് പകുതി മുതലായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ആ ഓട്ടോറിക്ഷ ബാക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു കൊമ്പൻ ഒരൊറ്റ ഓട്ടമായിരുന്നു. ഇവൻ ഈ ഓട്ടോക്കാരനെ പേടിപ്പിക്കാൻ പോയിട്ട് ഇവൻ എന്തിനീ പേടിച്ചു ഓടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ മറ്റേ കൊമ്പൻ ഫസ്റ്റ് തന്നെ പോയല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഓട്ടമാണ് ആ കാണുന്നത്. കണ്ടില്ലേ, ഓടി അവൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.